ഓം ശാന്തി. 30-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ആത്മാവാകുന്ന ബാറ്ററിയെ ജ്ഞാനവും യോഗവും കൊണ്ട് നിറച്ച് സദോ പ്രധാനം ആക്കണം. ജലം കൊണ്ടുള്ള സ്നാനത്താൽ അല്ല. ചോദ്യം: ഈ സമയത്ത് എല്ലാ മനുഷ്യ ആത്മാക്കളെയും അലയിക്കുന്നത് ആരാണ്? അത് അലയിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: എല്ലാവരെയും അലയിക്കുന്നത് രാവണനാണ്. കാരണം അത് സ്വയവും അലയുന്നു. അതിന് തൻ്റേതായ ഒരു വീട് ഇല്ല. രാവണനെ ആരും ബാബ എന്ന് പറയുകയില്ല. ബാബയാണെങ്കിൽ പരംധാമമാകുന്ന വീട്ടിൽ നിന്നും വരുന്നു, തൻ്റെ കുട്ടികൾക്ക് ലക്ഷ്യസ്ഥാനം നൽകുന്നതിനായി. ഇപ്പോൾ നിങ്ങൾക്ക് വീടിനെക്കുറിച്ച് മനസ്സിലായി കഴിഞ്ഞു. അതിനാൽ നിങ്ങൾ അലയുന്നില്ല. നിങ്ങൾ പറയുന്നു, നമ്മൾ ബാബയിൽ നിന്നും ആദ്യം വേർപിരിഞ്ഞു. ഇപ്പോൾ വീണ്ടും ആദ്യം വീട്ടിലേക്ക് പോകും. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ ഇവിടെ ഇരുന്ന് മനസ്സിലാക്കുന്നു, ഇദ്ദേഹത്തിൽ വന്നിരിക്കുന്ന ശിവ് ബാബ ഏതു വിധേനയും നമ്മളെ കൂടെ വീട്ടിലേക്ക് തീർച്ചയായും കൊണ്ടുപോകും. അത് ആത്മാക്കളുടെ വീടാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായും സന്തോഷം തോന്നുന്നുണ്ടാകും. പരിധിയില്ലാത്ത ബാബ വന്ന് നമ്മളെ പുഷ്പമാക്കുന്നു. ഏതെങ്കിലും വസ്ത്രമോ മറ്റോ ധരിപ്പിക്കുന്നില്ല. ഇതിനെ പറയുന്നത് യോഗബലം, ഓർമ്മയുടെ ബലം എന്നാണ്. എത്രത്തോളം ടീച്ചറിന് പദവിയുണ്ടോ അത്രയും പദവി കുട്ടികൾക്കും നേടിത്തരുന്നു. പഠനത്തിലൂടെ സ്റ്റുഡൻറ് അറിയുന്നുണ്ട് നമ്മൾ ഇതാകും. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ ബാബ ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ഇത് പുതിയ കാര്യമാണ്. നമ്മുടെ ബാബ ടീച്ചറാണ്. ആ ഒന്നിനെ നമ്മൾ ഓർമ്മിക്കുന്നു. നമ്മളെ ടീച്ച് ചെയ്ത് ഇത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുകയാണ് നമ്മളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ. രാവണന് വീടൊന്നുമില്ല. വീട് രാമൻ്റേതാണുള്ളത്. ശിവ് ബാബ എവിടെ വസിക്കുന്നു? നിങ്ങൾ ഉടൻ പറയും, പരംധാമത്തിൽ. രാവണനെ ബാബ എന്ന് പറയുകയില്ല. രാവണൻ എവിടെ വസിക്കുന്നു? അറിയില്ല. രാവണൻ പരംധാമത്തിൽ വസിക്കുന്നു എന്ന് പറയില്ല. ഇല്ല. അതിന് ലക്ഷ്യസ്ഥാനമേ ഇല്ലാത്തതുപോലെയാണ്. അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളെയും അലയിക്കുന്നു. നിങ്ങൾ രാവണനെ ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളെ എത്രമാത്രം അലയിക്കുന്നു. ശാസ്ത്രങ്ങൾ പഠിക്കൂ, ഭക്തി ചെയ്യൂ, ഇത് ചെയ്യൂ. ബാബ പറയുന്നു, ഇതിനെ ഭക്തിമാർഗം, രാവണരാജ്യം എന്ന് പറയുന്നു. ഗാന്ധിയും രാമരാജ്യം വേണം എന്ന് പറയുമായിരുന്നു. ഈ രഥത്തിൽ നമ്മുടെ ശിവ് ബാബ വന്നിരിക്കുകയാണ്. വലിയ ബാബയാണല്ലോ. ആ ഒന്ന് ആത്മാക്കളോട് കുട്ടികളെ കുട്ടികളെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ആത്മീയ പിതാവാണ്. ആത്മീയ പിതാവിൻ്റെ ബുദ്ധിയിൽ ആത്മീയ കുട്ടികളായ നിങ്ങളാണ്. കാരണം നിങ്ങളുടെ കണക്ഷൻ മൂലവതനം മുതലേ ഉണ്ട്. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു. അവിടെയാണെങ്കിൽ ആത്മാക്കൾ ബാബയോടൊപ്പം ഒരുമിച്ചിരിക്കുന്നു. പിന്നെ അവരവരുടെ പാർട്ട് അഭിനയിക്കുന്നതിനായി വേർപെടുന്നു. വളരെ കാലത്തെ കണക്ക് വേണമല്ലോ. അത് ബാബയിരുന്ന് പറഞ്ഞു തരുന്നു. നിങ്ങളിപ്പോൾ പഠനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലും നമ്പർ വൈസാണ്. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അവർ തന്നെ ആദ്യം എന്നിൽ നിന്നും വേർപിരിയുന്നു. അവർ തന്നെ പിന്നെ എന്നെ വളരെയധികം ഓർമ്മിക്കും. അപ്പോൾ വീണ്ടും ആദ്യം വന്നു ചേരും. ബാബ കുട്ടികൾക്കിരുന്ന് മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെ ഗുഹ്യ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. അത് മറ്റാരും അറിയുന്നില്ല. ഗുഹ്യം എന്നും പറയുന്നു, ഗുഹ്യതം എന്നും പറയുന്നു.
ബാബ മുകളിൽ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കിക്കുന്നില്ല എന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ വന്ന് മനസ്സിലാക്കിക്കുന്നു, ഞാൻ ഈ കൽപ്പവൃക്ഷത്തിൻ്റെ ബീജരൂപമാണ്. ഈ മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നു. ലോകത്തിലെ മനുഷ്യർ തീർത്തും ഒന്നും അറിയുന്നില്ല. കുംഭകർണൻ്റെ നിദ്രയിൽ ഉറങ്ങുകയാണ്. പിന്നെ ബാബ വന്ന് ഉണർത്തുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ ഉണർത്തി മറ്റുള്ളവരെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. നിങ്ങളും കുംഭകർണൻ്റെ ആസുരിയ നിദ്രയിൽ ഉറങ്ങുകയായിരുന്നു. ബാബ വന്ന് ഉണർത്തി, കുട്ടികളെ ഉണരൂ, നിങ്ങൾ അലക്ഷ്യരായി ഉറങ്ങിക്കിടക്കുകയാണ്. ഇതിനെ പറയുന്നത് അജ്ഞാന നിദ്ര എന്നാണ്. മറ്റേ നിദ്ര എല്ലാവരും ചെയ്യുന്നു, സത്യയുഗത്തിലും ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരും അജ്ഞാനത്തിൻ്റെ നിദ്രയിലാണ്. ബാബ വന്ന് ജ്ഞാനം നൽകി എല്ലാവരെയും ഉണർത്തുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ ഉണർന്നിരിക്കുന്നു. ബാബ വന്നിരിക്കുകയാണ് നമ്മളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്ന് അറിയുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ ശരീരം ഉപയോഗമില്ലാത്തതായിരിക്കുന്നു. ആത്മാവും രണ്ടും പതീതമായിരിക്കുകയാണ്. പൂർണ്ണമായും കലർപ്പ് ചേർന്നതാണ്. 9 കാരറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം കുറച്ചൊക്കെ സ്വർണമുണ്ട് എന്നാണ്. സത്യമായ സ്വർണം 24 കാരറ്റിൻ്റേതാണ്. ഇപ്പോൾ ബാബ കുട്ടികളായി നിങ്ങളെ 24 കാരറ്റിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനെ സത്യസത്യമായ ഗോൾഡൻ ഏജ്ഡ് ആക്കുന്നു. ഭാരതത്തെ സ്വർണ്ണ പറവ എന്ന് പറയുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇരുമ്പിൻ്റെയും കല്ലിൻ്റെയും മൺകട്ടയുടെയും പറവ എന്ന് പറയും. ചൈതന്യമാണല്ലോ. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഏതുപോലെ ആത്മാവിനെ മനസ്സിലാക്കുന്നു അതേപോലെ ബാബയെയും മനസ്സിലാക്കുവാൻ സാധിക്കും. നക്ഷത്രം തിളങ്ങുന്നതായി പറയുകയും ചെയ്യുന്നു. വളരെ ചെറിയ നക്ഷത്രമാണ്. ഡോക്ടർമാരും മറ്റും കാണുന്നതിനു വേണ്ടി വളരെയധികം പരിശ്രമിച്ചു. പക്ഷേ ദിവ്യ ദൃഷ്ടി കൂടാതെ കാണുവാൻ സാധിക്കില്ല. വളരെ സൂക്ഷ്മമാണ്. ചിലർ പറയുന്നു കണ്ണുകളിൽ നിന്നും ആത്മാവ് പുറത്തുപോയി. ചിലർ പറയുന്നു വായിൽ നിന്നും പുറത്തുപോയി. ആത്മാവ് ഇറങ്ങിപ്പോകുന്നത് എവിടേക്കാണ്? മറ്റൊരു ശരീരത്തിൽ പോയി പ്രവേശിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് മുകളിലേക്ക് പോകും, ശാന്തിധാമത്തിലേക്ക്. ബാബ വന്ന് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നത് ഉറപ്പായി അറിയാം. ഒരു ഭാഗത്താണ് കലിയുഗം, മറുഭാഗത്താണ് സത്യയുഗം. ഇപ്പോൾ നമ്മൾ സംഗമത്തിൽ നിൽക്കുന്നു. വണ്ടറാണ്. ഇവിടെ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. സത്യയുഗത്തിൽ കേവലം 9 ലക്ഷമാണ്. ബാക്കി എല്ലാവർക്കും എന്ത് സംഭവിച്ചു? വിനാശം ഉണ്ടാകുന്നു. ബാബ വരുന്നത് തന്നെ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുവാനാണ്. ബ്രഹ്മാവിലൂടെ സ്ഥാപന ഉണ്ടാകുന്നു, പിന്നെ പാലനയും ഉണ്ടാകുന്നു 2 രൂപത്തിൽ. 4 കൈകളുള്ള ഏതെങ്കിലും മനുഷ്യർ കാണും എന്നൊന്നുമല്ല. എങ്കിൽ പിന്നെ ശോഭിക്കുന്നതേയില്ല. കുട്ടികൾക്കും മനസ്സിലാക്കിച്ചു തരുന്നു. ചതുർഭുജം എന്നത് ശ്രീ ലക്ഷ്മിയുടെയും ശ്രീ നാരായണൻ്റെയും കമ്പൈൻഡ് രൂപമാണ്. ശ്രീ എന്നാൽ ശ്രേഷ്ഠം. ത്രേതായിൽ 2 കല കുറയുന്നു. കുട്ടികൾക്ക് ഈ ഏതൊരു നോളജ് ഇപ്പോൾ ലഭിക്കുന്നുവോ ഇതിൻ്റെ സ്മൃതിയിൽ ഇരിക്കണം. മുഖ്യമായത് തന്നെ 2 വാക്കുകളാണ്. ബാബയെ ഓർമ്മിക്കൂ. മറ്റാർക്കും മനസ്സിലാവുകയില്ല. ബാബ തന്നെയാണ് പതീത പാവനൻ, സർവശക്തിവാൻ. ഇങ്ങനെ പാടുകയും ചെയ്യുന്നു. ബാബ, അങ്ങ് നമുക്ക് മുഴുവൻ ആകാശവും ഭൂമിയും സർവ്വതും നൽകി. നൽകാത്തതായ ഒരു വസ്തുവുമില്ല. മുഴുവൻ വിശ്വത്തിൻ്റെയും രാജ്യം നൽകി. നിങ്ങൾക്കറിയാം, ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. വീണ്ടും ഡ്രാമയുടെ ചക്രം തിരിയുന്നു. പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് സമ്പൂർണ്ണ നിർവികാരി ആകേണ്ടതുണ്ട്. വികാരിയിൽ നിന്നും നിർവികാരി, നിർവികാരിയിൽ നിന്നും വികാരി. ഈ 84 ജന്മങ്ങളുടെ പാർട്ട് എണ്ണമറ്റ തവണ അഭിനയിച്ചു എന്നതും അറിയുന്നുണ്ട്. അത് എണ്ണുവാൻ സാധിക്കില്ല. ജനസംഖ്യ കണക്കാക്കുന്നുണ്ട്.
പിന്നെ നിങ്ങൾ ഈ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനവും സദോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനവും എത്ര തവണയായി എന്നതിൻ്റെ കണക്കെടുക്കുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, 5000 വർഷത്തിൻ്റെ ചക്രമാണ് ഇത് ശരിയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം ഓർമ്മിക്കുവാൻ പോലും സാധിക്കില്ല. ഇപ്പോൾ നിങ്ങളിൽ ഗുണങ്ങളുടെ ധാരണയുണ്ടാകുന്നു. ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിക്കുന്നു. ഈ കണ്ണുകളിലൂടെ നിങ്ങൾ പഴയ ലോകത്തെ കാണുന്നു. ഏതൊരു 3ാമത്തെ നേത്രം ലഭിക്കുന്നുവോ അതിലൂടെ പുതിയ ലോകത്തെ കാണണം. ഈ ലോകം ഒരു ഉപയോഗവുമില്ലാത്തതാണ്, പഴയ ലോകമാണ്. പുതിയ ലോകവും പഴയ ലോകവും തമ്മിൽ എത്ര വ്യത്യാസമാണെന്ന് നോക്കൂ. നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെയാണ് പുതിയ ലോകത്തിൻ്റെ അധികാരി ആയിരുന്നത്. പിന്നെ 84 ജന്മങ്ങൾ എടുത്തെടുത്ത് ഇതായിരിക്കുകയാണ്. ഇത് നല്ല രീതിയിൽ ഓർമ്മ വയ്ക്കണം. പിന്നെ മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം എങ്ങനെ നമ്മൾ ഇതാകുന്നു. ബ്രഹ്മ സോ വിഷ്ണു, പിന്നെ വിഷ്ണു സോ ബ്രഹ്മ ആകുന്നു. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും വ്യത്യാസം കാണുന്നുണ്ടല്ലോ. വിഷ്ണു എത്ര അലങ്കൃതമായിരിക്കുകയാണ്, ഈ ബ്രഹ്മാവ് എത്ര സാധാരണമായിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ ബ്രഹ്മാവ് ആ വിഷ്ണു ആകാൻ പോകുന്നയാളാണ്. ഇത് ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതും വളരെ സഹജമാണ്. ബ്രഹ്മാവും വിഷ്ണുവും ശങ്കരും തമ്മിൽ പരസ്പരം എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾക്കറിയാം, ഈ വിഷ്ണുവിൻ്റെ 2 രൂപങ്ങളാണ് ലക്ഷ്മി നാരായണൻ. ഇതേ വിഷ്ണുവായ ദേവത തന്നെ വീണ്ടും ഈ മനുഷ്യനായ ബ്രഹ്മാവാകുന്നു. ആ വിഷ്ണു സത്യയുഗത്തിലേതാണ്, ബ്രഹ്മാവ് ഇവിടത്തേതാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ബ്രഹ്മാവിൽ നിന്നും വിഷ്ണു ആകുന്നത് സെക്കൻഡിലാണ്. പിന്നെ വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവാകുന്നതിന് 5000 വർഷം എടുക്കുന്നു. തത്വം, അത് നീയാകുന്നു. കേവലം ഒരു ബ്രഹ്മാവ് മാത്രമല്ലല്ലോ ആകുന്നത്. ഈ കാര്യങ്ങൾ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ഇവിടെ ഏതെങ്കിലും മനുഷ്യ ഗുരുവിൻ്റെ കാര്യമില്ല. ഇദ്ദേഹത്തിൻ്റെയും ഗുരു ശിവബാബയാണ്. ബ്രാഹ്മണരായ നിങ്ങളുടെയും ഗുരു ശിവബാബയാണ്. ആ ഒന്നിനെ സദ്ഗുരു എന്ന് പറയുന്നു. കുട്ടികൾ ശിവബാബയെ തന്നെ ഓർമ്മിക്കണം. ആർക്കും ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ശിവബാബയെ ഓർമ്മിക്കൂ. ശിവബാബ സ്വർഗമാകുന്ന പുതിയ ലോകം രചിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ് ശിവൻ. ആ ഒന്ന് നമ്മൾ ആത്മാക്കളുടെ ബാബയാണ്. ഭഗവാൻ കുട്ടികളോട് പറയുന്നു, പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഓർമ്മിക്കുന്നത് എത്ര സഹജമാണ്. കുട്ടി ജനിക്കുമ്പോൾ ഉടൻ അമ്മേ അമ്മേ എന്നതിൻ്റെ വായിൽ നിന്നും സ്വതവേ വരുന്നു. മാതാപിതാക്കളല്ലാതെ മറ്റാരും അടുത്തേക്ക് പോവുകയില്ല. മാതാവ് മരിച്ചു പോവുകയാണെങ്കിൽ അത് വേറെ കാര്യമാണ്. ആദ്യം മാതാവും പിതാവും, പിന്നീടാണ് മിത്രസംബന്ധികളും മറ്റും ഉണ്ടാകുന്നത്. അതിലും ജോഡികൾ ഉണ്ടായിരിക്കും. ഇളയച്ഛനും ഇളയമ്മയും 2 ആയില്ലേ. കുമാരിയായിരിക്കും. പിന്നെ വലുതാകുമ്പോൾ തന്നെ ചിലർ ഇളയമ്മ എന്ന് വിളിക്കും, ചിലർ മാമി എന്ന് വിളിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ഏവരും സഹോദരന്മാരാണ്. ഇത്രമാത്രം. മറ്റെല്ലാ സംബന്ധങ്ങളും ക്യാൻസൽ ചെയ്യുന്നു. സഹോദരന്മാർ ആണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പിതാവിനെ ഓർമ്മിക്കും. ബാബയും പറയുന്നു, കുട്ടികളെ, ഒരു പിതാവായ എന്നെ ഓർമ്മിക്കൂ. എത്ര വലിയ പരിധിയില്ലാത്ത പിതാവാണ്. ആ വലിയ ബാബ നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുവാൻ വന്നിരിക്കുന്നു. അടിക്കടി പറയുന്നു, മന്മനാഭവ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഈ കാര്യം മറന്നു പോകരുത്. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ തന്നെയാണ് മറന്നു പോകുന്നത്. ആദ്യം സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആത്മാക്കൾ സാലിഗ്രാമമാണ്. ഒരു ബാബയെ തന്നെ ഓർമ്മിക്കണം. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഞാൻ പതീത പാവനാണ്. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ ഒഴിഞ്ഞുപോയ നിങ്ങളുടെ ബാറ്ററി നിറയും.
നിങ്ങൾ സദോ പ്രധാനമാകും. ജലത്തിൻ്റെ ഗംഗയിൽ ജന്മജന്മാന്തരങ്ങളായി ശ്വാസം മുട്ടി, എന്നാൽ പാവനമാകുവാൻ സാധിച്ചില്ല. ജലം എങ്ങനെയാണ് പതിത പാവനൻ ആവുക? ജ്ഞാനത്തിലൂടെ തന്നെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ഈ സമയത്ത് പാപാത്മാക്കളുടെ അസത്യമായ ലോകമാണ്. കൊടുക്കൽ വാങ്ങലും പാപാത്മാക്കളുമായി തന്നെയാണ് ഉണ്ടാകുന്നത്. മനസ്സ വാച കർമ്മണ പാപാത്മാവ് തന്നെയാണ് ആകുന്നത്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് അറിവ് ലഭിച്ചു. നിങ്ങൾ പറയുന്നു, നമ്മൾ ഈ ലക്ഷ്മി നാരായണൻ ആകുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഭക്തി ചെയ്യൽ നിലച്ചു. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. ഈ ദേവതമാർ സദ്ഗതിയിലാണല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഇവർ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലാണ്. ബാബ എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളായി നിങ്ങൾ എത്ര പ്രയത്നിക്കുന്നു, കൽപ്പകൽപ്പങ്ങളിൽ ചെയ്യുന്നു. പഴയ ലോകത്തെ മാറ്റി പുതിയ ലോകം ആക്കേണ്ടതുണ്ട്. ഭഗവാൻ ഇന്ദ്രജാലക്കാരനാണ്, രത്നാകരനാണ്, വ്യാപാരിയാണ് എന്നെല്ലാം പറയുന്നുവല്ലോ. ഇന്ദ്രജാലക്കാരൻ ആണല്ലോ പഴയ ലോകത്തെ ഹെല്ലിൽ നിന്നും മാറ്റി ഹെവനാക്കുന്നു. എത്ര ഇന്ദ്രജാലമാണ്! ഇപ്പോൾ നിങ്ങൾ ഹെവനിലെ നിവാസി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഹെല്ലിലെ നിവാസികളാണ് എന്നറിയുന്നുണ്ട്. ഹെല്ലും ഹെവനും വേറെയാണ്. 5000 വർഷത്തിൻ്റെ ചക്രമാണ്. ലക്ഷക്കണക്കിന് വർഷത്തിൻ്റെ കാര്യമേ ഇല്ല. ഈ കാര്യങ്ങൾ മറക്കുവാൻ പാടില്ല. ഭഗവാനുവാച ആണല്ലോ. പുനർജന്മരഹിതനായ ഒരാൾ തീർച്ചയായും ഉണ്ട്. ശ്രീകൃഷ്ണനാണെങ്കിൽ ശരീരമുണ്ട്, ശിവന് ഇല്ല. ആ ഒന്നിന് വായി തീർച്ചയായും ആവശ്യമാണ്. നിങ്ങളെ കേൾപ്പിക്കുന്നതിന് വേണ്ടി വന്ന് പഠിപ്പിക്കുന്നുവല്ലോ. ഡ്രാമയനുസരിച്ച് മുഴുവൻ നോളജ് തന്നെ ആ ഒന്നിൻ്റെ പക്കലുണ്ട്. ആ ഒന്ന് മുഴുവൻ കൽപ്പത്തിലും ഒരേ ഒരു തവണ വരുന്നു, ദുഃഖധാമത്തെ സുഖധാമം ആക്കുന്നതിനായി. സുഖശാന്തിയുടെ സമ്പത്ത് തീർച്ചയായും ബാബയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിനാലാണല്ലോ മനുഷ്യർ ആഗ്രഹിക്കുന്നത്, ബാബയെ ഓർമ്മിക്കുന്നത്. നോക്കൂ, ബാബ ജ്ഞാനം എത്ര സഹജമായ രീതിയിലാണ് നൽകുന്നത്. ഇവിടെ ഇരിക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. കുട്ടിക്കരണം മരിച്ചിൽ ഓർമ്മിക്കൂ. എങ്കിലും മന്മനാഭവ തന്നെയാണ്. ബാബ തന്നെയാണ് ഈ മുഴുവൻ ജ്ഞാനവും നൽകുന്നവൻ. നിങ്ങൾ പറയും, നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ അടുത്തേക്ക് പോകുന്നു. ബാബ നമുക്ക് ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുന്നതിൻ്റെ വഴി പറഞ്ഞു തരുന്നു. ഇവിടെ ഇരിക്കവേ വീടിനെ ഓർമ്മിക്കണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം, വീടിനെ ഓർമ്മിക്കണം, പുതിയ ലോകത്തെയും ഓർമ്മിക്കണം. ഈ പഴയ ലോകം ഇല്ലാതാവുക തന്നെ വേണം. മുന്നോട്ട് പോകവേ നിങ്ങൾ വൈകുണ്ഠത്തെയും വളരെയധികം ഓർമ്മിക്കും. അടിക്കടി വൈകുണ്ഠത്തിൽ പോയിക്കൊണ്ടിരിക്കും. തുടക്കത്തിൽ പുത്രിമാർ അടിക്കടി പരസ്പരം ഇരുന്ന് വൈകുണ്ഠത്തിലേക്ക് പോകുമായിരുന്നു. ഇത് കണ്ട് വലിയ വലിയ വീട്ടിലുള്ളവർ തങ്ങളുടെ കുട്ടികളെ അയക്കുമായിരുന്നു. പേര് തന്നെ വച്ചിരുന്നത് ഓം നിവാസ് എന്നാണ്. എത്ര അനേകം കുട്ടികൾ വന്നു. പിന്നെ കോലാഹലങ്ങളുണ്ടായി. കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. സ്വയമേ തന്നെ ധ്യാനത്തിലേക്ക് ട്രാൻസിൽ പോകുമായിരുന്നു. ഇപ്പോൾ ഈ ധ്യാന സാക്ഷാത്കാരങ്ങളുടെ പാർട്ട് നിർത്തലാക്കിയിരിക്കുകയാണ്. ഇവിടെയും ശ്മശാനം ഉണ്ടാക്കുമായിരുന്നു. എല്ലാവരെയും ഉറക്കുമായിരുന്നു. ഇപ്പോൾ ശിവ് ബാബയെ ഓർമ്മിക്കൂ എന്ന് പറയുമായിരുന്നു. ധ്യാനത്തിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളും ഇന്ദ്രജാലക്കാരാണ്. ആരെയെങ്കിലും നോക്കിയാൽ അവർ ഉടൻ ധ്യാനത്തിലേക്ക് പോകും. ഈ ഇന്ദ്രജാലം എത്ര നല്ലതാണ്! നൗദാ ഭക്തിയിൽ എപ്പോഴാണോ പൂർണ്ണമായും പ്രാണൻ നൽകുന്നതിന് തയ്യാറാകുന്നത്, അപ്പോൾ അവർക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഇവിടെയാണെങ്കിൽ ബാബ സ്വയം വന്നിരിക്കുകയാണ്, കുട്ടികളായി നിങ്ങളെ പഠിപ്പിച്ച് ഉയർന്ന പദവി പ്രാപ്തമാക്കിക്കുവാൻ. മുന്നോട്ട് പോകവേ
കുട്ടികളായ നിങ്ങൾ വളരെയധികം സാക്ഷാത്കാരം കണ്ടുകൊണ്ടിരിക്കും. ബാബയോട് ഇപ്പോഴും ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ പറയാൻ സാധിക്കും, ആരാണ് റോസാ പുഷ്പം, ആരാണ് ചെമ്പക പുഷ്പം, ആരാണ് ടാങ്കർ, അതായത് വിഷപുഷ്പം. ടൂഹ് അഥവാ സുഗന്ധമില്ലാത്തവയുമുണ്ടല്ലോ. ടാങ്കറും ടൂഹുമെല്ലാം വെറൈറ്റി പുഷ്പങ്ങളുടെ പേരാണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ദേഹത്തിൻ്റെ എല്ലാ സംബന്ധവും ക്യാൻസൽ ചെയ്ത് ആത്മാക്കൾ സഹോദരന്മാരാണ് എന്ന നിശ്ചയം വരുത്തണം. ബാബയെ ഓർമ്മിച്ച് മുഴുവൻ സമ്പത്തിൻ്റെ അധികാരിയാകണം. ഇപ്പോൾ പാപാത്മാക്കളുമായി കൊടുക്കൽ വാങ്ങൽ നടത്തരുത്. അജ്ഞാന നിദ്രയിൽ നിന്നും എല്ലാവരെയും ഉണർത്തണം. ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുന്നതിൻ്റെ വഴി പറഞ്ഞു കൊടുക്കണം. വരദാനം: മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രതയിലൂടെ സർവസിദ്ധികളും പ്രാപ്തമാക്കുന്ന സദാ സമർത്ഥ ആത്മാവായി ഭവിക്കട്ടെ. സർവസിദ്ധികളും പ്രാപ്തമാക്കുന്നതിനായി ഏകാഗ്രതയുടെ ശക്തി വർദ്ധിപ്പിക്കൂ. ഈ ഏകാഗ്രതയുടെ ശക്തി സഹജമായി നിർവിഘ്നമാക്കി മാറ്റും. പ്രയത്നിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ബാബ രണ്ടാമതാരുമില്ല എന്നതിൻ്റെ സഹജ അനുഭവം ഉണ്ടാകുന്നു. സഹജമായി ഏകരസസ്ഥിതി ഉണ്ടാകുന്നു. സർവരെ പ്രതിയും മംഗളത്തിൻ്റെ വൃത്തിയും സഹോദര ദൃഷ്ടിയും നിലനിൽക്കുന്നു. എന്നാൽ ഏകാഗ്രം ആകുന്നതിനായി മനസ്സും ബുദ്ധിയും സദാ താങ്കളുടെ ഓർഡർ അനുസരിച്ച് നടക്കും വിധം സമർത്ഥമാകൂ, അതായത് ശക്തിശാലിയാകൂ. സ്വപ്നത്തിൽ പോലും സെക്കൻഡ് നേരത്തേക്ക് പോലും ചഞ്ചലത ഉണ്ടാകരുത്. സ്ലോഗൻ: കമലപുഷ്പ സമാനം വേറിട്ടിരിക്കൂ, അപ്പോൾ പ്രഭുവിൻ്റെ സ്നേഹത്തിന് പാത്രമാകും. ഓം ശാന്തി. ഈ സംഗമത്തിൽ ഉയർന്നതിലും ഉയർന്ന ശിവബാബയെ അറിഞ്ഞതിൻ്റെ, എൻ്റേതായി ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ സ്മൃതി എന്നെ ഹർഷിതമാക്കുന്നു. ഒരു ദീപനാളത്തിലേക്ക് ശലഭം ആകർഷിക്കപ്പെടുന്നത് പോലെ സ്നേഹസാഗരമായ ബാബയുടെ സ്നേഹത്തിൻ്റെ ആകർഷണം എന്നെ ഒരു നിമിഷത്തിൽ പരമധാമത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. ഈ ജ്യോതിദേശത്തിലെ പരമജ്യോതിയായ ശിവബാബയുടെ ഓർമ്മയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുന്നു.
സ്നേഹത്തിൻ്റെ സാഗരമായ ബാബയുടെ ഈ സ്മൃതി എൻ്റെ സ്വരൂപത്തെ പരിവർത്തനപ്പെടുത്തുന്നു. ഞാൻ മാസ്റ്റർ സ്നേഹസാഗരമാകുന്നു. ഞാൻ ശക്തിശാലി ആത്മാവാണ്. സർവശക്തിവാന്റെ സന്താനമാണ്. ഈ സ്മൃതിയുടെ ലഹരി എന്നിൽ സർവശക്തികളുടെയും വിശേഷതകൾ നിറയ്ക്കുന്നു. സർവശക്തികളും എൻ്റെ അലങ്കാരമായി മാറുന്നു. സർവശക്തിവാനായ ബാബയുടെ സ്മൃതിയിൽ ഏകാഗ്രമായിരുന്ന് ഞാൻ ആത്മാവ് അഷ്ടശക്തി സ്വരൂപം ആകുന്നു. ഈ അഷ്ടശക്തി സ്വരൂപമായി ശിവശക്തിയുടെ സംയുക്ത രൂപമായി ഇരിക്കുമ്പോൾ മായയെ ഉൽപ്പന്നമാക്കുന്ന സർവ സംസ്കാരങ്ങളും ഇല്ലാതാകുന്നു. സുഖസാഗരമായ ശിവബാബയുടെ സന്താനമായ ഞാൻ സുഖസ്വരൂപ ആത്മാവാണ്. സുഖസാഗരവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഞാൻ ആറാടിക്കൊണ്ടിരിക്കുന്നു. സങ്കല്പത്തിൽ പോലുമുള്ള സർവ ദുഃഖങ്ങളുടെയും ശോകങ്ങളുടെയും സൂക്ഷ്മമായ അലകൾ പോലും സമാപ്തമാകുന്നു. സദാ സുഖീ ഭവ എന്ന വരദാനം ബാബ എനിക്ക് നൽകുന്നു. സർവ ദുഃഖങ്ങളെയും ശോകങ്ങളെയും അത് വിസ്മൃതമാക്കുന്നു. ഞാൻ ആത്മാവ് പരമാത്മാ സ്മൃതിയുടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നു. പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ നിന്നും തിരികെ ശരീരവും ആത്മാവും കമ്പൈൻഡ് ആയിരിക്കുമ്പോഴും കമലപുഷ്പ സമാനം വേറിട്ടും കർമ്മയോഗിയുമായും ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ഈ സമർത്ഥ സ്ഥിതിയിൽ
സർവ കർമ്മേന്ദ്രിയങ്ങളുടെയും അധികാരിയായി, സ്വരാജ്യ അധികാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും സർവശക്തികളുടെയും സുഖത്തിൻ്റെയും പരിധിയില്ലാത്ത കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു.